കടം കൊടുക്കുന്ന കാശും മനസ്സ് അറിഞ്ഞ് കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെയാകാം. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവഗണനകൾ ഒരു പരിധിവരെ നല്ലതാണ്. അത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും. നമ്മുടെ ചില ശരികൾ തെറ്റായിരുന്നുവെന്നും ചില തെറ്റുകൾ ശരിയായിരുന്നു എന്നും മനസ്സിലാക്കി തരും. പിന്നീട് ആ തെറ്റും ശരിയും ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങാൻ ആ അവഗണനകൾ ഒരു പാഠമാകും. നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി സ്വന്തം കുറവുകളും മറ്റുള്ളവരുടെ നന്മയും മാത്രമേ കാണുകയുള്ളൂ. ദഹിപ്പിച്ചാലും കുഴിച്ചിട്ടാലും ബാക്കി വരുന്നത് കുറച്ച് അസ്ഥികഷ്ണങ്ങൾ മാത്രം. അതിൽ നോക്കിയാൽ ജാതിയില്ല, മതം അറിയില്ല, നിറം അറിയില്ല, ധനവാനെന്നോ ദരിദ്രനെന്നോ അറിയില്ല. എല്ലാവരും ഒരുപോലെ. അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവോളം വരില്ല വാക്കുകളിൽ നിന്നുള്ള ഉപദേശങ്ങൾ. നിങ്ങൾ ഈ ലോകത്ത് ആരെയാണോ സ്നേഹിക്കുന്നത് അത് അവരോട് പ്രകടിപ്പിക്കണം. കാരണം ലോകം മുഴുവൻ കണ്ട താജ്മഹൽ മുംതാസ് മാത്രം കണ്ടിട്ടില്ല. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രമേ അവർ നമ്മളെ തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ബന്ധങ്ങൾ നന്നാവുമ്പോൾ അവർ നിങ്ങളോടെല്ലാം പറയും. ബന്ധങ്ങൾ മോശമാവുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറയും. നീ അവസാനം ഒറ്റപ്പെട്ടല്ലേ? വിഷമിക്കണ്ട. നിന്നെ ഒറ്റപ്പെടുത്തിയ ആരായാലും ഒരു നാൾ അവരും ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞിരിക്കും.